ഡെഡ് ലോക്ക് എന്ന് പറയുമ്പോൾ ഈവൺ ദോ ഇറ്റ് ഈസ് എ സിംഗിൾ വേർഡ്, നമുക്കിതിൽ രണ്ട് പാർട്ടുകളുണ്ട്. സോ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡെഡ് ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ലോക്ക്. ഇതിൽ രണ്ട് ടേമും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേം തന്നെയാണ്. സോ ഇതിൽ നമ്മൾ ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. അതായത് ഇപ്പോൾ മൂവീസിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ പറയാറുണ്ട്, എടാ ആകെ ലോക്കായിരിക്കടാ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. വിച്ച് മീൻസ് യു ആർ റെഫറിങ് ടു you are being stuck at some situation. So deadlock എന്ന് പറയുമ്പോൾ സിമിലർ ടു എ ഡെഡ് എൻഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ കംപ്ലീറ്റ്ലി സ്റ്റക്ക് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റും. സോ ബിഫോർ ഗോയിങ് ടു ദ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ നമുക്കൊരു സിറ്റുവേഷൻ നോക്കാം. ഇമാജിൻ ദർ ആർ ടു വെഹിക്കിൾസ് ട്രൈങ് ടു പാസ് ത്രൂ എ ബ്രിഡ്ജ്. ഇവിടെ നമുക്ക് ഒരു ഓറഞ്ച് കളർ വെഹിക്കിളും ഉണ്ട്, ഒരു യെല്ലോ കളർ വെഹിക്കിളും ഉണ്ട്. ആൻഡ് ഈ ബ്രിഡ്ജിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓൺലി എ സിംഗിൾ വെഹിക്കിൾ ക്യാൻ പാസ് ത്രൂ ഇറ്റ് അറ്റ് എ ടൈം. സോ ഈ വെഹിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അറ്റ് സം പോയിന്റ് ദേ വിൽ ബി സ്റ്റാൻഡിങ് ഫേസ് ടു ഫേസ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ടി വരും? ഏതെങ്കിലും ഒരു വണ്ടി ബാക്കിലോട്ട് പോയാൽ മാത്രമേ മറ്റേ ആൾക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു വണ്ടിയിലത്തെ ആൾ പറയുന്നു, ഞാൻ ബാക്കിലോട്ട് പോവില്ല, നിങ്ങൾ ബാക്കിലോട്ട് പോകണമെന്ന്. അതേപോലെ തന്നെ അടുത്ത വണ്ടിയിലത്തെ ആളും പറയുകയാണ്, ഞാൻ ബാക്കിലോട്ട് പോവില്ല, നിങ്ങൾ തന്നെ ബാക്കിലോട്ട് പോകണമെന്ന് പറയുകയാണെങ്കിൽ, ആൻഡ് ഇഫ് ദേ ആർ സ്റ്റേയിങ് സ്റ്റബേൺ ദാറ്റ് ദേ വോണ്ട് ബി മൂവിങ് ബാക്ക്, ഈ രണ്ട് വെഹിക്കിൾസും ഇൻഡെഫിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് ഡെഡ് ലോക്ക് ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റും. നമുക്ക് തിയററ്റിക്കൽ ഡെഫിനിഷനിലോട്ട് പോവാം. അപ്പോൾ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ടു ഓർ മോർ പ്രോസസ്സസ് ആർ ബീയിങ് ബ്ലോക്ക്ഡ് ആൻഡ് ഈച്ച് പ്രോസസ് ഈസ് വെയിറ്റിംഗ് ഫോർ എ റിസോഴ്സ് വിച്ച് ഈസ് ബീങ് ഹെൽഡ് ബൈ അനദർ പ്രോസസ്. അപ്പോൾ ഡെഫിനിഷൻ കേൾക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, കോംപ്ലക്സ് ആണെന്നൊക്കെ തോന്നും, ബട്ട് ഇറ്റ് ഈസ് ഈസി. സോ നമ്മൾ ആദ്യം ഇമാജിൻ ചെയ്യുന്നു, വി ആർ ഹാവിങ് ടു റിസോഴ്സസ്, R1 R2 എന്ന് പറഞ്ഞിട്ട് രണ്ട് റിസോഴ്സുകളുണ്ട്. അപ്പോൾ റിസോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. മൈക്ക് ആവാം, കീബോർഡ് ആവാം, സ്ക്രീൻ ആവാം, റാം ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം റിസോഴ്സ് എന്ന് പറയുമ്പോൾ. ആൻഡ് റിസോഴ്സിന് പുറമെ വി ആർ ഹാവിങ് ടു പ്രോസസ്സസ്, P1 P2 എന്ന് പറഞ്ഞ് രണ്ട് പ്രോസസ്സുകളും ഉണ്ട്. ആൻഡ് ഇവിടെ P1 എന്ന പ്രോസസ്സ് ഓൾറെഡി R1 എന്നുള്ളൊരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം P1 എന്നുള്ള പ്രോസസ്സ് R2നെ റിക്വസ്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ P2 എന്നുള്ള പ്രോസസ്സ് R2നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം P2 എന്നുള്ള പ്രോസസ്സ് R1നെ റിക്വസ്റ്റും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ആവണമെങ്കിൽ അതിന് വേണ്ട എല്ലാ റിസോഴ്സുകളും കിട്ടണം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് P1 കംപ്ലീറ്റ് ആവണമെങ്കിൽ R1 വേണം, R2 വേണം. പക്ഷേ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഏത് മാത്രമാണ്? R1 മാത്രമേ ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. R2ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ആൻഡ് R2 കിട്ടണമെങ്കിൽ എന്ത് വേണം? P2 എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവണം. പക്ഷേ P2 R2 ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ P2 കംപ്ലീറ്റ് ആവണമെങ്കിൽ R1 കൂടെ വേണം. വിച്ച് മീൻസ് R1 കിട്ടണമെങ്കിൽ P1 കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും എന്ത് ചെയ്യും? ഈ റിസോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് വെയിറ്റിങ്ങിലായിരിക്കും. ആൻഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവാതെ P1 R1നെയും വിട്ടുകൊടുക്കില്ല, P2 R2നെയും വിട്ടുകൊടുക്കില്ല. വിച്ച് മീൻസ് രണ്ട് പ്രോസസ്സും കംപ്ലീറ്റ് ആവുകയും ചെയ്യില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദേ വിൽ ബി വെയിറ്റിംഗ് ഇൻഡെഫിനിറ്റ്ലി. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്.